ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ, ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. ഒന്ന് പറഞ്ഞാട്ടെ. ശബരിനാഥന് പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ. ശബരിനാഥൻ അവിടെ ആർക്ക് വേണ്ടി പോകും? ഇനി എ കെ ആന്റണി ആർക്ക് വേണ്ടി പ്രചരണം നടത്തും? അവിടെ കോൺഗ്രസിൽ നിന്ന് പണ്ടെല്ലാം അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേതും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ല, അതിനെന്താ സംശയം? റഹീമിന് എന്താ സംശയം? റഹീമിന് എന്താ സംശയം? ഒന്ന് പറഞ്ഞേ. ഞാൻ റഹീം എന്ന പേര് കൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. ഇത് BJP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കളി കാണിക്കുന്ന CPM ആണ്. ശബരിനാഥന്റെ പേരായതുകൊണ്ട് ഞാൻ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ചോദിക്കുന്നുണ്ടല്ലോ. എന്ത് ധാർമ്മികത എനിക്കുള്ളത്? താനൊരു MP അല്ലേ? ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. താനൊരു MP അല്ലേ? എന്തും പറഞ്ഞുകൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു MP ആണെന്നുള്ള ബോധം വേണം. ജനങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ ഒരു MP ആണ്. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് MP വിളിക്കുന്നത്. അപ്പർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. അപ്പർ ഹൗസിലെ MP ഇത്തരത്തിലുള്ള ഞാൻ വൈകാരികത കാണിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ചോദിക്കേണ്ട ആവശ്യം എന്താ? അല്ല, അത് ശരിയൊന്നുമല്ല. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. ഞാൻ വൈകാരികത കാണിക്കും. ഒരു കാര്യം ഞാനാരെന്താണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നാട്ടുകാർക്കും ബോധ്യമുണ്ട്. അല്ല, അത് പറയട്ടെ. ഒന്ന് ക്വാളിഫൈ ചെയ്യും. റഹീം ഒന്ന് ക്വാളിഫൈ ചെയ്യും. പറ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. പറ, ഞാൻ മറുപടി പറയാം. നിഷ ശ്രദ്ധിക്കോ? ഞാൻ കേൾക്കാണ്. മറുപടി പറ. ഞാൻ മറുപടി പറയട്ടെ. ഇതിനകത്ത് ശബരിനാഥനെ ഞാൻ അങ്ങ് വ്യക്തമായി കേൾക്കുക. അല്ല, അടിക്കണ്ട. അനിൽ ആന്റണിക്ക് പോണോ ആന്റോ ആന്റണിക്ക് പോണോ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താണെന്ന് പറയാം. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അതെനിക്ക് അറിഞ്ഞാൽ പറ്റും. നിങ്ങൾ അത്ര ലളിതമല്ല. പറയട്ടെ. കോൺഗ്രസിൽ ഞാൻ ചോദിക്കട്ടെ, മഹാനായ പറയട്ടെ അങ്ങ് കേൾക്ക്. മഹാനായ ജി കാർത്തികേയന്റെ യശസ്വീനായ ജി കാർത്തികേയന്റെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ എ കെ ആന്റണി അവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. എന്റെ ചോദ്യം, എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമോ എന്നുള്ളതാണ്. യുക്തിസഹമായ ചോദ്യമല്ലേ? കോൺഗ്രസ് ഫസ്റ്റ് ഓഫ് ഓൾ, റഹീം ഇന്ന് കവലപ്രസംഗം നടത്തുന്ന ഒരാളല്ല. ആ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൗസിലെ ഒരു MP ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ MP ആയിട്ടുള്ള ഒരാൾ എന്റെ പേര് ശബരിനാഥൻ ആയതുകൊണ്ടും ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ടും ഞാൻ അനിൽ ആന്റണിക്കാണോ ആന്റോ ആന്റണിക്കാണോ ചോദിക്കുന്നത് ആ ചോദ്യം, ആ ധ്വനി, ആ ചോദ്യം ശരിയല്ല. ഇവിടെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനായി ജനിച്ചു വീണതാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരന്റെ മരിച്ചു വീഴത്തുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ചാനൽ ചർച്ചയെന്ന് നിങ്ങളോടും തന്നോടും എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ BJPക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതുപോലെയുള്ള രാജ്യസഭ MPമാർ നാക്കെടുത്താൽ കള്ളം പറയുന്ന, വർഗീയ മുനവെച്ച് സംസാരിക്കുന്ന, കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം ഇല്ലാക്കുന്ന കൂടുതൽ MPമാരെ ലോക്സഭ ഇടണമെന്നുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ജയിച്ചു പോകുന്ന കോൺഗ്രസുകാർ എല്ലാവരും തന്നെ കോൺഗ്രസ് നിൽക്കും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.